ജിസേൽ വീട്ടിലുള്ള ആണുങ്ങളെ എല്ലാവരെയും പോക്കറ്റിലാക്കി വെച്ചിരിക്കുകയെന്നാണ് ബിന്നി രാത്രിയിൽ സരികയുടെ അടുത്ത് പറയുന്നത്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ആര്യൻ ജിസേലിൻ്റെ പോക്കറ്റിലാണ്. അത് ഓൾറെഡി ആണ്. പിന്നെ ഷാനവാസിക്ക പോക്കറ്റിലായി, അക്ബർ പോക്കറ്റിലായി, പിന്നെ നെവിനും ജിസേലിൻ്റെ ആൾ തന്നെയാണ്. ഷാനവാസിക്കയാണ് ഏറ്റവും അവസാനമായിട്ട് അവളുടെ വലയിലായത്. ഈ ഇടയ്ക്ക് 2-3 ദിവസമായിട്ട് ഷാനവാസിക്കയ്ക്ക് ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നു. അങ്ങനെ പ്രത്യേകതരം ഒരു സ്നേഹം കാണിക്കലാണ് ഈ ജിസേലിന്. എല്ലാവരെയും അവൾക്ക് സോപ്പിട്ട് നിൽക്കാൻ അറിയാം. ഈവൻ ഞാനാണെങ്കിലും അവളുടെ ഒരു കുറ്റം പറയാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് എങ്ങനെ അതിനെ തരണം ചെയ്യണമെന്ന് അറിയാം. ഞാൻ എന്തെങ്കിലും ചെയ്ത നല്ല കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് എന്നെ അങ്ങ് പൊക്കിയടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ കുറ്റം പറയാൻ നിൽക്കില്ലല്ലോ എന്ന് ബിന്നി തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. ബിന്നിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ ജിസേലിനെ പൊക്കി പറയുന്നത്. വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ അത് ഒട്ടും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ പരസ്യമായി പറഞ്ഞത് അനുവാണ്. ചിലരിങ്ങനെ രഹസ്യമായിട്ടിരുന്ന് രാത്രിയിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇങ്ങനെ രഹസ്യമായിട്ട് പറയുന്നതിൽ ഇവർക്ക് യാതൊരു വിയോജിപ്പുമില്ല. ജിസേൽ എന്തോ വലിയ സംഭവമാണ്, ജിസേലുള്ള കിച്ചൺ ടീമാണ് ഏറ്റവും വലുത്, ജിസേലുള്ള മാനേജ്മെൻറ്റാണ് ഏറ്റവും നല്ലത്, ജിസേൽ ഉണ്ടാക്കുന്ന കറിയാണ് ഏറ്റവും നല്ലത് എന്നൊക്കെയാണ് ഈ ഇവിടുത്തെ ഗ്രൂപ്പ് കളിക്കുന്ന ആണുങ്ങൾ പറയുന്നത്. അതായത് ജിസേൽ വലയിലാക്കിയ ആണുങ്ങൾ പറയുന്നു എന്നാണ് ബിന്നി ഉദ്ദേശിച്ചത്. ഈ ജിസേലിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ആണുങ്ങളൊന്നും ബാക്കിയുള്ളവർ ചെയ്യുന്നതൊന്നും കാണുന്നില്ല. അവൾ ചെയ്യുന്നത് മാത്രമേ ഇവർ ശ്രദ്ധിക്കത്തുള്ളൂ. അതാണ് ഇവരുടെ പ്രശ്നമെന്ന് ബിന്നി തന്നെ ജിസേലിനെ പറ്റി പാതിരാത്രിയിൽ സരികയുടെ അടുത്ത് പറയുന്നുണ്ട്. സരിക അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിന്നി പറയുന്നതിൽ ചെറിയ സത്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അനു തുറന്ന് എല്ലാവരോടുമായിട്ട് പറഞ്ഞത്. അന്നേരം എല്ലാവരും തന്നെ അനുവിനെ എതിർത്തു. പക്ഷേ ജിസേൽ അങ്ങനെ മനഃപൂർവ്വം സോപ്പിടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ജിസേലിൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പലർക്കും പല ഗെയിം സ്ട്രാറ്റജീസ് കാണും. അതിപ്പോൾ നമുക്കങ്ങനെ മനസ്സിലാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്തായാലും ജിസേലിനെ പറ്റി പാതിരാത്രിയിൽ ബിന്നി സരികയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണിത്. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.